പഴയ രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, ജൻസിയെ കയ്യിലെടുത്ത് രാഹുൽ ഗാന്ധി. പൂനെയിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളെ കണ്ട് BJP പകച്ചു നിൽക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായി ജൻസി തരംഗം വീശുകയാണ്. ജൻസി അഥവാ പുതിയ തലമുറ, വോട്ടവകാശം കിട്ടിയ, രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും. ഇവർക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന സ്വാധീനത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ഭരണകക്ഷിയായ BJP. രാഹുൽ ഗാന്ധിയുടെ ചത്രോങ്കി ഗുഞ്ച് എന്ന വിദ്യാർത്ഥി സംവാദ പരിപാടി കോട്ടയിലും ഡെറാഡൂണിലും പ്രയാഗ്രാജിലും കഴിഞ്ഞ ശേഷം പൂനെയിലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ആദ്യം BJP ഇതിനെ സാധാരണ ഒരു PR സ്റ്റണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ പൂനെയിലെ കോളേജ് ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് പെൺകുട്ടികളെ കണ്ടപ്പോൾ BJP ക്യാമ്പ് ശരിക്കും ഞെട്ടി. എന്താണ് പൂനെയിൽ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി അവിടെ രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തിയത്. നരേന്ദ്രമോദിയെപ്പറ്റിയോ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകളെപ്പറ്റിയോ അധികമൊന്നും സംസാരിച്ചതുമില്ല. പകരം അദ്ദേഹം അവിടെയുണ്ടായിരുന്ന പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ കേട്ടു. സുരക്ഷ, തൊഴിലില്ലായ്മ, പരീക്ഷാ തട്ടിപ്പുകൾ, സമൂഹത്തിലെ വിവേചനങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. പെൺകുട്ടികൾ വേദിയിലെത്തി തങ്ങളുടെ അനുഭവം പറഞ്ഞപ്പോൾ രാഹുൽ ഒരു കേൾവിക്കാരനായി നിലകൊണ്ടു. നിങ്ങൾ ആരുടെയും സ്വത്തല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട് എന്ന രാഹുലിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് വെറും ഒരു പ്രസംഗമായിരുന്നില്ല. മുമ്പ് ചൗക്കീദാർ ചോർ ഹേ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ നേരിട്ട് ആക്രമിച്ച രാഹുലല്ല ഇത്. വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒഴിവാക്കി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പുതിയൊരു രാഹുൽ ഗാന്ധിയാണ്. ഇതിനിടെ ഡൽഹിയിൽ രാഹുലിൻ്റെ മറ്റൊരു മുഖവും നമ്മൾ കണ്ടതാണ്. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിക്കൊപ്പം രാഹുൽ പോലീസ് സ്റ്റേഷൻ്റെ തറയിലിരുന്ന് കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ഇതൊരു വലിയ സന്ദേശമായിരുന്നു. രാഹുൽ ഗാന്ധി വെറും ഒരു AC മുറിയിലെ നേതാവല്ല, ആവശ്യമെങ്കിൽ തെരുവിലിറങ്ങി പോരാടാനും തനിക്കറിയാമെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ ഈ പുതിയ മാറ്റം BJPയെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? കാരണം ലളിതമാണ്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം വരുന്ന യുവാക്കളെയാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. ഈ ജൻസി വിഭാഗം പഴയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ വീഴുന്നവരല്ല. വൈകാരികമായ പ്രസംഗങ്ങളെക്കാൾ അവർ മുൻഗണന നൽകുന്നത് അവരുടെ ഭാവിക്കാണ്. ഇവിടെയാണ് BJPക്ക് വഴിതെറ്റുന്നത്. രാഹുലിൻ്റെ ഈ ജനകീയ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ BJP ഇപ്പോഴും ഉപയോഗിക്കുന്നത് അവരുടെ പഴയ പരമ്പരാഗത രീതികളാണ്. വന്ദേമാതരത്തെ കോൺഗ്രസ് അവഹേളിക്കുന്നു എന്ന ആരോപണം ഉയർത്തുന്നു. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയവും ദേശീയതയും ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇന്നത്തെ കാമ്പസുകളിലെ ചെറുപ്പക്കാർ ചോദിക്കുന്നത് പരീക്ഷാ പേപ്പർ ചോർച്ചയെക്കുറിച്ചാണ്, ജോലി സാധ്യതകളെക്കുറിച്ചാണ്, കാമ്പസുകളിലെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. BJPയുടെ IT സെല്ലും നേതാക്കളും ഇതിനെ മറികടക്കാൻ പെട്ടെന്നൊരു ആരോപണം ഉന്നയിച്ചു. ഇത് ചത്രോങ്കി ഗുഞ്ചല്ല, പൈസയ്ക്ക് ഗുഞ്ചാണ് എന്ന്. കോൺഗ്രസ് ഇൻഫ്ലുവൻസർമാർക്ക് 35,000 രൂപ വീതം കൊടുത്ത് ആളെ എത്തിച്ചതാണ് എന്ന് BJP വക്താവ് ആരോപിച്ചു. പക്ഷേ പൂനെയിലെ ഗ്രൗണ്ടിൽ മണിക്കൂറുകളോളം തടിച്ചുകൂടിയ ആ പെൺകുട്ടികളുടെ ആവേശം വെറും പണം കൊടുത്തു വാങ്ങിയതാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. ഇതിലും വലിയൊരു ആന്തരിക പ്രതിസന്ധി BJP നേരിടുന്നുണ്ട്. പാർലമെന്റിൽ അമിത്ഷാ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കടന്ന് ആക്രമിക്കാത്തതിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ അമർഷമുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ RSSനും വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതി RSSന് തീരെ പിടിച്ചിട്ടില്ല. ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കണം എന്ന് BJP ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ പുതിയ തലമുറയോട് എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് BJP നേതൃത്വത്തിന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. അവർ പഴയ അജണ്ടകളിൽ കടിച്ചു തൂങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ഭാവി തലമുറയുടെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്താകും? ഒന്നാമതായി, ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയൊരു നിർണായക ഘടകമാകും. കോൺഗ്രസ് ജനകീയ അടിത്തറ വീണ്ടെടുക്കുകയാണെങ്കിൽ BJPയുടെ വിജയ സമവാക്യങ്ങൾ തെറ്റും. രണ്ടാമതായി, BJPക്ക് അവരുടെ രാഷ്ട്രീയ ശൈലി മാറ്റേണ്ടി വരും. ഇതുവരെ തുടർന്നു പോകുന്ന രീതി തുടർന്നാൽ ഇനി ജൻസിയെ കയ്യിലെടുക്കാൻ കഴിയില്ലെന്ന് BJP തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവർക്കും തൊഴിലവസരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചും സംസാരിക്കേണ്ടി വരും. മൂന്നാമതായി, രാഹുൽ ഗാന്ധിയെ ഒരു സീരിയസ് അല്ലാത്ത രാഷ്ട്രീയക്കാരനെന്ന് മുദ്രകുത്താൻ BJP ഇനി നടത്തുന്ന ശ്രമങ്ങൾ ഫലിക്കില്ല. കാരണം താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ ചിത്രം രാഹുൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. ഇത് BJPക്കുള്ള മുന്നറിയിപ്പാണ്. പഴഞ്ചൻ തന്ത്രങ്ങൾ മാറ്റിയില്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ പുതിയ തലമുറയായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ തന്ത്രം കോൺഗ്രസിന് പുതുജീവൻ നൽകുമോ? BJP ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും?